പൂയ് നല്ല പടയ്ക്കണം മീനെ മത്തി അയില നത്തോലി മീന് മീനെ. ഹായ് ചേട്ടാ, മീന് വേണമെങ്കിൽ ഇപ്പം മേടിച്ചോ. പിടിക്കണോ ചേട്ടാ? പാലക്കാട് അപ്പുറത്തുനിന്ന് വന്നതാണ്. ഓ, എവിടെന്ന് വന്നാണ്? കടപ്പുറത്തുനിന്ന്. കടാപ്പുറത്തുനിന്ന് വന്നതാണാ? നമ്മ കടപ്പുറത്തുനിന്ന് വന്നതാണ്. നമ്മ കട്ടപ്പെട്ട് പിടിച്ചതാണ്. ഓ, പുളിയിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. പുള്ളിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണാ? മീനോട്ടിക്ക് മീൻ കൂട്ടിക്കിടക്കാൻ നമ്മ മീനും കൊണ്ട് വന്നതാണ്. ഏത് മീൻ? ചേച്ചിക്ക് ഈ മീന് ഇത് എന്റെ കൊച്ച എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ഏറ്റവും വലിയ മീൻ, ഉള്ളതിൽ ഏറ്റവും വലുത്. ഇത് ഏത് മീനാ ഇത്? ചൂര. ഷാർക്ക്. ഓ, ഷാർക്കാണോ? കൊച്ചു മീനോട് ചേച്ചിക്ക് വേണ്ടി പിടിച്ചോണ്ട് വന്നത് ഷാർക്കാണ്. ഓക്കെ. ബ്ലൂ വെയിൽ. ചേച്ചിക്ക് ബ്ലൂ വെയിൽ. ബ്ലൂ വെയിൽ. ചേച്ചിക്ക് ബ്ലൂ വെയിൽ. ബ്ലൂ വെയിലിനെ പിടിച്ചാണ്. ബ്ലൂ വെയിൽ. ബാക്കി മീനേതാ? അതേതാ? കൊഴുവ. അതെ അതെ, കൊഴുവ. ജംസ് മുട്ടായി പോലെ തിന്നാൻ പറ്റണമൊക്കെ നിങ്ങൾക്ക്, വലിയ മീനൊക്കെ ഞങ്ങൾക്ക്. അതിന്റെ പേരെന്താ? ഇത് സിംഗ്റേ. തെരണ്ടി 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 തെരണ്ടിയാണ്. തെരണ്ടി. ഇത് മധുവങ്കിൾ. അതെന്താ? അതെന്തിനാ ആ മീൻ മധുവങ്കിൾ? എന്ത് മീനാ? ഇത് ചാള മീൻ. ചാള. ഓക്കെ. ചാള. അമിനോ ആസിഡ്സ് കുറെ ഉണ്ട്. അതെ ചാള. അതും ഞാൻ കൊടുക്കാം. അതെ, ഇത് ഏത് കടാപ്പുറത്ത് നിന്നാ കിട്ടിയേ? നമ്മ കൊച്ചിന്നാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോണ വഴിയാണ്. ഫ്ലോറിൽ നിന്ന് ഓ, അങ്ങനെ പിടിച്ചു തന്നു. കൊച്ചിന്ന് മീൻ പിടിച്ച് ചാലക്കുടി ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാൻ പോവാണ്. ഈ ബ്ലൂ വെയിലും ഷാർക്കും ഒക്കെ എങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യാ? ഞങ്ങള് കടലിൽ പോയി എന്നിട്ട് ഞങ്ങൾ ഒരു വലിയ നെറ്റ് അവിടെ ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ പണി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ആ നെറ്റ് വെച്ച് ഒരു വലിയ സ്രാവ് അവിടെ പോകുന്ന കണ്ടു. ഞങ്ങൾ അതിനെ ഷൂട്ട് ചെയ്തിട്ട് ഷൂട്ട് ചെയ്തോ? തോക്ക് വെച്ചോ? വെച്ച് അതിനെ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ തോക്ക് പിടിക്കാൻ അറിയാമോ? ഷൂട്ട് ചെയ്ത് പിടിച്ച മീനാ ഇത്. അതിനെ ഇങ്ങനെ പൊക്കി എടുത്ത് ആ വലയിന്ന് നേരെ താഴത്തോട്ടിട്ട് ഒരു വലിയ എങ്ങാണ്ട് ലോറിന്ന് എങ്ങനെ എടുത്ത്. അല്ല, ഒരൊറ്റ സംശയം. ഈ മീൻ ഇങ്ങനെ നിന്ന് തരുമോ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട്? മീൻ പോകുമ്പോ നമ്മള് വലിയൊരു ഷൂട്ടർ വെച്ച് ഇങ്ങനെ അടിച്ചാൽ നേരെ ചെന്ന് മീനിന്റെ നെഞ്ചത്തന്നെയല്ലേ കയറുന്നത്. നെഞ്ചത്ത് കയറല്ലേ സ്രാവ് ആ വെടി കടിക്കാൻ നോക്കിയപ്പോഴേക്കും ഞാൻ ആ വെടിയുടെ ആ സാധനം ഇപ്പുറത്തോട്ടാക്കി. അപ്പോഴേക്കും നേരെ ചെന്ന് നെഞ്ചിക്കൊണ്ട് എത്ര മീനിനെ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്? 100-101 അത്രക്കുണ്ട്. 100-101 മീനിനെ വെടിവെച്ച ആളാണ് ഇതാ നിക്കണേ. ദൈവമേ, വീരനാണല്ലോ. അയ്യോ ചേട്ടാ, ചേട്ടാ ഏത് മീനാണ് കഴിക്കാൻ ഇഷ്ടം? എനിക്ക് ബ്ലൂ വെയിൽ അല്ലേ? ബ്ലൂ വെയിലും ഷാർക്കിന്റെ പല്ല് കളഞ്ഞിട്ട് എനിക്ക് കഴിക്കണം. ഓ ദേവി, അത് ചേച്ചി ഷാർക്കിന്റെ പല്ലിട്ട് അവന് കറി വെച്ച് കൊടുക്കരുത്. പല്ല് കളഞ്ഞിട്ട് വേണം കൊടുക്കാൻ. ബ്ലൂ വെയിൽ വെട്ടി 2 പീസാക്കി കൊടുക്കാൻ. അപ്പൊ വറുത്ത് കഴിക്കണോ അതോ കറിയാക്കി കഴിക്കണോ? പിന്നെ എങ്ങനെ കഴിക്കണം? മീൻ ഫ്രൈ. മീൻ ഫ്രൈ, പൊരിച്ച മീൻ. അല്ല, ഏത് മീനാ ഇഷ്ടം? ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്ലൂ വെയിലും. ഞാൻ ആദ്യമായിട്ട് കേൾക്കാം ബ്ലൂ വെയിൽ ഫ്രൈ. ബ്ലൂ വെയിൽ ഫ്രൈ. കറിവേപ്പില ഇട്ട്. ഈ തെരണ്ടി എങ്ങനെ കറി വെക്കും? 2 പീസ് ആക്കിയിട്ട് നമ്മള് അതിനെ. അല്ല, ഈ 2 പീസ് എങ്ങനെ? 4 പീസ് ഉണ്ട്. 4 പീസ് കട്ട് ചെയ്തിട്ട് വേറൊരു മീൻ എടുത്തിട്ട് അതിനെ അതിന്റെ മേളില് സ്ലൈസ് ചെയ്ത് വെക്കണം. മൊത്തത്തിൽ 8. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ ഇത്തിരി മുളക് പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിനെ തേച്ച് വെക്കണം. തേച്ച് വെച്ചിട്ട് എത്ര നേരം വെക്കണം? ഒരു 5-10 മിനിറ്റോ. എന്നിട്ട് നമ്മൾ ഇത്തിരി സവാളയും തക്കാളിയൊക്കെ ഇട്ട് നമ്മള് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മള് മിക്സിയിൽ ഇട്ടിട്ട് അരക്കണം. വെള്ളം ഒഴിക്കണം എന്തിനാ? ഈ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ. വെള്ളം ഒഴിക്കണം. എന്നിട്ട് നമ്മളതിനെ നേരെ മീനിലോട്ട് ഒഴിച്ചു വെക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് വേറൊരു അടിയുണ്ട്. ഈ പാത്രത്തിൽ ഒഴിച്ചു വെച്ചിട്ട് അതിനകത്തോട്ട് മീൻ ഇട്ടിട്ട് ഇത്തിരി കടുക് ഇട്ടിട്ട് ഇത്തിരി ഒരു ഇല ഇട്ടിട്ട് കറിവേപ്പില ഇട്ടിട്ട് നമ്മള് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കണം. 5 മിനിറ്റ് ആകുമ്പോ നമ്മൾ അത് തുറന്നു നോക്കുമ്പോ മീൻ റെഡി. ഇനി നമ്മള് മീൻ നേരെ ഒരു പാത്രത്തിലോട്ട് ഇടുക. ഇട്ടിട്ട് നമ്മള്
ചോറ് ഇത്തിരി അരി നേരെ കുക്കറിലോട്ട് ഓ ഇട്ടിട്ട് അരി ചോറുണ്ടാക്കണം ചോറുണ്ടാക്കണം. പിന്നെ മീൻകറി തന്നെ കുടിക്കില്ലല്ലോ. കുക്കറിലോട്ട് ഇട്ടിട്ട് നമ്മള് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് വീസൽ അടിക്കണ വരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. Wait ചെയ്യണം. വീസൽ അടിച്ച് എത്ര വിസില? ഓ ഓക്കെ, ഇതുപോലെയാണ് വിസില്. അതെ, എത്ര വിസിൽ അടിക്കണം? ഒരു വിസിൽ മതി. ഒരെണ്ണം മതിയോ? ഒറ്റ പെറുക്കി തിന്നാൻ പറ്റണ അരി. ഓ അത് ശരി. പെട്ടെന്ന് വേവുന്ന അരിയാ. ഒരു വീസൽ അടിക്കുമ്പോഴേക്ക് നമ്മൾ അതിനെ താഴ്ത്തിയിട്ട് നോക്കുമ്പോ സിമ്മിലിടണം തീയെ. നമ്മള് ഈ ചോറ് വെന്തിട്ടുണ്ടാവും. അപ്പൊ ഭയങ്കര വെന്താതിരിക്കാൻ ഇത്തിരി കുറച്ചിടണം. കുറച്ചിട്ടിട്ട് കുറച്ചു നേരം പിന്നെയും ഒരു 5 മിനിറ്റ് വെക്കണം. 5 മിനിറ്റ് വെച്ച് കഴിയുമ്പോ ഈ ചോറ് വെന്ത് വരും. അപ്പൊ പിന്നെ ഒരു വിസിലടിക്കും. അപ്പൊ ഒരു വിസിൽ നേരത്തെ പറഞ്ഞ 2 വിസിലായി. ആ വിസിലേമോ തുറന്നു നോക്കണം ഒരെണ്ണം കഴിയുമ്പോ. ആ വിസിലാവും. അപ്പൊ നമ്മള് അടയ്ക്കണം. അടയ്ക്കുമ്പോ ആ വിസില് നിക്കും. എന്നിട്ട് തുറന്നു നോക്കുമ്പോ നല്ല ചൂട് ചോറ്. നമ്മൾ അതിന് ഇത്തിരി പാത്രത്തിലോട്ട് ഇടുക. പിന്നെ നമ്മൾ ഇത്തിരി സാമ്പാറൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ സാമ്പാർ എടുത്ത് അതിന്റെ മേളിൽ ഒഴിച്ചിട്ട് ഒരു പപ്പടം അങ്ങോട്ട് വെച്ചാ റെഡി. എന്നിട്ട് കുഴച്ച് റെഡി സാധനം. എന്നിട്ട് കുറച്ച് അച്ചാറും എടുത്ത് വയലിടുക. ഇത് തിന്നതിന് ശേഷം ടച്ചിങ്സിനായിട്ട് അച്ചാറും കൂടെ താങ്ക് യുടാ. ഇത്രയും വലിയൊരു സമ്മാനം തന്നതിന് ഞങ്ങൾക്ക് ആരും തന്നിട്ടില്ല. ഇത്രയും വലിയ ഒരാൾക്ക് സ്രാവ്, ഒരാൾക്ക് ബ്ലൂ വെയിൽ. അതെ, ഈ വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞ സമയത്തല്ലേ നമുക്ക് ഇത്രയും വലിയൊരു സമ്മാനം. താങ്ക് യു. പിന്നെ ഞാനൊരു കോമഡി പറയാം. ഓക്കെ. അപ്പൊ ഇത്രയും നേരം കോമഡി അതൊക്കെ സീരിയസ് ടോക്സ് ആയിരുന്നു. ഇത്ര നേരം ജോലിനെ പറ്റിട്ട് ഇത്രയും നേരം സംസാരിച്ചത്. ഇത് കോമഡി അല്ലല്ല. പേഴ്സണൽ എത്ര പൈസ ഉണ്ട്? ഉണ്ട് കേട്ടോ, ശരിക്കും പൈസ ഉണ്ട്. എന്നെ കഴിഞ്ഞ് പോക്കറ്റ് മണി ഉണ്ട് അവന്. ഈ പേഴ്സ് എവിടെന്നാ? പേഴ്സ് എന്റെ അമ്മൂമ്മയുടെ പഴയ പേഴ്സായിരുന്നു. ആണോ? ഈ പൈസ ഒക്കെ ആരാ തന്നേ? എന്റെ അച്ഛനെ കൂടുതൽ പൈസ. അത് കാരണം അച്ഛനാണ് റിച്ച്, റിച്ച് അച്ഛനാണ്. പക്ഷെ പേഴ്സ് അമ്മമ്മയുടേതാണ്. അതെ, കൊറേ പൈസ. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും റിച്ച് അച്ഛനാ. അതെ അതെ അതെ. എത്ര പൈസ ഉണ്ടാവും ഏകദേശം? അച്ഛന് HP ലാപ്ടോപ്പ് ഉണ്ട്. അത് ഗോൾഡൻ കളറാ. ഓ എന്റെ മോനെ, ഗോൾഡൻ ലാപ്ടോപ്പോ? അതെ. എന്നിട്ട് പിന്നെ അച്ഛന്റെ റൂം ഫുള്ള് ഗോൾഡനാ. ആണോ? സ്വർണം കൊണ്ടോ ചേട്ടാ? നാളെ കള്ളന്മാരുടെ അയ്യര് കളി അവിടെ വരും. വീട് നിറച്ച്. പിന്നെന്താ? അച്ഛൻ എന്റെ വീട്ടില് വന്നുടനെ അച്ഛന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛൻ ചെന്നപ്പോ എന്റെ വീട്ടിൽ വന്നേ പിന്നെ അച്ഛൻ ഒരു ഗോൾഡൻ റൂം വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് കാരണം ഒരു ഗോൾഡൻ കസേരയും ഒരു ഗോൾഡൻ ലാപ്ടോപ്പും ഒരു ഗോൾഡൻ ഡ്രസ്സും അച്ഛന് ബിസ്ക്കറ്റ് കച്ചവടാണോ? സ്വർണ്ണ ഒരു ഗോൾഡൻ ബൈക്കും ഒരു ഗോൾഡൻ കാറും ഒരു ഗോൾഡൻ വീടും. ചേട്ടാ റിച്ച് ഞങ്ങൾ മുതൽ പൊന്നപ്പെന്ന് വിളിക്കുന്ന. അപ്പൊ കോമഡി എന്താ പറയുന്നത്? കോമഡി മരുന്ന് എന്താ? അത് മരുന്ന് പറയട്ടെ. ഒരാള് പറയരുത് നിന്റെ കയ്യിലെ ലോക്കറിന്റെ താക്കോലുണ്ടെന്ന്. അതിന് താക്കോലുണ്ട്, കയ്യിലില്ലല്ലോ. എടാ മരുന്നെടുപ്പികളിൽ നിന്ന് നീ ഇതെടുക്കൂലോ? എടുക്കണ പിന്നെ മരുന്ന്. അതെ, അതിനകത്തുനിന്ന് ആ താക്കോലെടുത്ത് മറ്റെവിടെങ്കിൽ ഒളിപ്പിക്കണം. അത്രേ ഉള്ളോ? അത് ഞാൻ ഒളിപ്പിക്കാം. ആരും അറിയരുത് നിന്റെ കയ്യിലുണ്ടെന്ന്. ഒളിപ്പിച്ച് കഴിഞ്ഞ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. എങ്കിലും അത് നിന്റെ കയ്യിലാണല്ലോ ഉണ്ടാവുക. എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു കഴിഞ്ഞില്ലേ. എടാ നിന്റെ കയ്യിൽ വന്നതിന് ശേഷമാണല്ലോ ഒളിപ്പിച്ചു നോക്കിയ. ഒളിപ്പിച്ചു കഴിഞ്ഞ പിന്നെ കയ്യിൽ കാണൂലല്ലോ. എടാ കഴുത താക്കോല് വേണമെന്ന് എനിക്കറിയില്ലേ. മരുന്ന് ഇപ്പോഴല്ല, പിന്നെ അതവിടുന്ന് എടുത്തതിന് ശേഷം അപ്പോഴെന്റെ കയ്യില്. പിന്നെ ഞാനത് ഒളിപ്പിച്ച് വെക്കുമല്ലോ, അപ്പൊ എന്റെ കയ്യിൽ കാണൂലല്ലോ. എടാ നിന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ നീ അത് ഒളിപ്പിക്കുന്നത്. ഒളിപ്പിച്ച് വെക്കുന്നത് കൊണ്ടല്ലേ എന്റെ കയ്യിലല്ല എന്ന് പറഞ്ഞത്. നീ ഒളിപ്പിക്കാൻ നിനക്കറിയാലോ അത് നിന്റെ കയ്യിലുണ്ടെന്ന്. അത് ആരും അറിയരുതെന്നാ പറഞ്ഞത്. എന്റെ കയ്യിലുണ്ടെങ്കിലല്ലേ ചായ എന്റെ കൈയിടാൻ ആൾക്കാരറിയോ? എന്റെ കയ്യിലില്ലല്ലോ, ഞാൻ ഒളിപ്പിച്ചു വെച്ചില്ലേ. ഇപ്പൊ തകലോട്ട് മരുന്ന് അവിടെ വെച്ചേക്ക, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക, അവിടെ ഇരിക്കട്ടെ.
അതെടുത്ത് ഇവനക്ക് ഒളിച്ചു വെക്കണ്ടേ? വെക്കണം. അതവിടെ നിന്ന് എടുക്കുമ്പോ നിന്റെ കയ്യിലല്ലേ ഉണ്ടാവുക. ആ, അത് നിന്റെ കയ്യിലുണ്ടെന്ന് മറ്റാരും അറിയരുതെന്നാ അച്ഛൻ പറഞ്ഞത്. ഒളിച്ചു വെച്ചാ പിന്നെ എന്റെ കയ്യിൽ കാണൂലല്ലോ. പോടാ പൊട്ടക്കണ്ണ, എന്നെ മുന്നിൽ കൊണ്ടുപോടാ. ഇതാ പറഞ്ഞ അച്ചായൻ മണ്ടനാണെന്ന്. വെറുതെ ജയിലിൽ കിടക്കുന്നു. എന്റെ അമ്മോ ഇതെങ്ങനെ ഇത്രയും പഠിച്ചെടുക്കണം?